മലയാളത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ ജുമാ ഖുതുബകൾ നിർവഹിക്കപ്പെട്ടപ്പോൾ, ഖുർആനിന്റെ പരിഭാഷകൾ എത്തിച്ചു കൊടുത്തപ്പോൾ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇസ്ലാമിനെ മനസ്സിലാക്കാൻ അവസരമുണ്ടായപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ്. ആ ആയിരക്കണക്കിന് ആളുകളൊന്നും ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരോ അംഗങ്ങളോ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ആകണമെന്ന് നമുക്ക് നിർബന്ധവുമില്ല. അങ്ങനെ ദീൻ പ്രചരിക്കണം എന്നതും ആ ദീൻ ശാന്തമായി സമാധാനത്തിൽ ജീവിച്ചു പോകാൻ ആളെ പ്രേരിപ്പിക്കണം എന്നതുമാണ്. ദീൻ സമാധാനമാണ്, മതം ശാന്തിയാണ്. ശാന്തിയില്ലാത്ത, അശാന്തി പരത്തുന്ന മതപ്രവർത്തനം അത് അപകടമാണ്. മനുഷ്യർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും വെല്ലുവിളിക്കുന്നതും ആക്രമിക്കുന്നതും അന്യരെ അടിച്ചിരുത്തുന്നതും പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്നതും മറ്റുള്ളവരുടെ വിശ്വാസ സ്വാതന്ത്ര്യം തടയുന്നതും ഒക്കെ തന്നെയും മതവിരുദ്ധമാണ്. അതുകൊണ്ട് മതപരമായി എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഈ സന്ദേശം, ആരാധ്യനേകൻ അനശ്വര ശാന്തി എന്ന ഈ ക്യാമ്പയിൻ, അതിന്റെ വിവിധ വശങ്ങൾ ഇവിടെ ശേഷം വരാൻ പോകുന്ന പ്രഭാഷകന്മാർ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും. ഈ കാര്യത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകശാന്തി നിലനിർത്തുന്ന ഭഗീര പ്രയത്നത്തിൽ ചെറിയ സേവനങ്ങൾ ചെയ്യാനെങ്കിലും നമുക്കും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരാധ്യനേകൻ അനശ്വര ശാന്തി ആദർശ ക്യാമ്പയിന്റെ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനനായ ഹമീദ് അലി അധ്യക്ഷത വഹിക്കുന്ന ISM കേരള പ്രസിഡന്റ് ജനാബ് മുജീബുർ റഹ്മാൻ ഇനാലൂർ അവരുടെ, ബഹുമാന്യരായ ജനാബ് ഹമീദ് അലി ഷംനാദ് സാഹിബ് XMP, ജനാബ് CP ഉമർ സുല്ലം ജനറൽ സെക്രട്ടറി KNM, ഡോക്ടർ അബൂബക്കർ സാഹിബ് പ്രസിഡന്റ് KNM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി, ജനാബ് PT അബ്ദുൽ അസീസ് സാഹിബ് സുല്ലമി, ജനാബ് ബഷീർ പട്ടേൽത്താഴ്, ജനാബ് ആസിഫ് അലി കണ്ണൂർ, ബഹുമാന്യനായ ജനാബ് HA മുഹമ്മദ് മാസ്റ്റർ, ജനാബ് ജാബിർ അമാനി, മറ്റു സ്നേഹം നിറഞ്ഞ ISMന്റെ സംസ്ഥാന ജില്ലാ നേതാക്കളെ, മതപണ്ഡിതന്മാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ആരാധ്യനേകൻ അനശ്വര ശാന്തി, ആരാധ്യനേകൻ അനശ്വര ശാന്തി എന്നുള്ള മുദ്രാവാക്യവുമായി, സന്ദേശവുമായി അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ദൗത്യമാണ് ISM ഈ ആദർശ ക്യാമ്പയിനൂടെ ലക്ഷ്യമിടുന്നത്. ഇത്തരം ഒരു പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിവിധ മേഖലകളിൽ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ISMന്റെ നേതാക്കളെ ഈ സന്ദർഭത്തിൽ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. ഇസ്ലാം എന്ന ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ലോകത്ത് ശാന്തിയും സമാധാനവും ലോകത്ത് ഇന്ന് ഏറെ അതിനെ പുറമെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെ ഇസ്ലാം ലോകത്ത് നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിലും അതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ തത്വസംഹിതകൾ അത് പഠിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഇന്ന് ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ഭാഷകളിലൂടെ ഇന്ന് പരിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കാനും വിലയിരുത്താനും വിവിധ മതവിഭാഗങ്ങൾ ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ തത്വസംഹിതകളെ സംബന്ധിച്ച് പഠിക്കാനും അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിക്കുക. അതാണ് ഇന്നത്തെ ഈ ക്യാമ്പയിനിലൂടെ ഏറ്റവും വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഏറ്റവും നല്ല ആദർശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത്. ആരാധ്യനേകൻ അനശ്വര ശാന്തി എന്നുള്ള മുദ്രാവാക്യം അത്
നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഒരു പാപവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ സൃഷ്ടാവ് ഞാൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിനും അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾക്കും അത് നന്മയും തിന്മയും അതിനുള്ള പ്രതിഫലം അതിനുള്ള ശിക്ഷ നാളെ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി നമ്മുടെ ഈമാൻ അതുപോലെ തന്നെ നമ്മുടെ അള്ളാഹുവിലുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് ഒരു കുറ്റവും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ക്രമങ്ങൾ നമുക്കറിയാം. പൂർണ്ണമായും ഇന്ന് ആരാധനാ കർമ്മങ്ങൾ നമുക്കറിയാം. ഇന്ന് ചെറുപ്പക്കാർ ധാരാളം ഇന്ന് ഈ ആരാധനാ കർമ്മങ്ങളിൽ പഴയതിൽ നിന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമസ്കാരവും നോമ്പും അതുപോലെ തന്നെ മറ്റ് ഇസ്ലാമിക ചര്യകളും ഇന്ന് വളരെയേറെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനെല്ലാം കാരണം ഇതുപോലുള്ള ക്യാമ്പയിനുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് നമുക്കറിയാം തീവ്രവാദം അത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. ഇസ്ലാമിന്റെ സുന്ദരമായ മുഖത്ത് ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അതേ അവസരത്തിൽ തന്നെ നിരപരാധികളായ ആളുകളെ പോലും ഇന്ന് നമുക്കറിയാം ഇന്ന് ഇത്തരത്തിലുള്ള തീവ്രവാദികളായി അവരെ ക്രൂശിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രവാദവും അതുപോലെ വർഗീയതയും ഭീകരതയും എല്ലാം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കി സർവ്വസമുദായ മൈത്രിയും സഹോദര്യവും സ്നേഹവും ശാന്തിയും നമ്മുടെ നാട്ടിൽ ശക്തിപ്പെടുത്താൻ തീർച്ചയായും ISMനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുക. ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കത്താണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം ഇസ്ലാം, നമുക്കറിയാം അഴിമതിയില്ലാത്ത, നമുക്കറിയാം ഇസ്ലാം, നമുക്കറിയാം സത്യസന്ധമായി നീതി പുലർത്താൻ എല്ലാ മതവിഭാഗങ്ങളെയും നീതി പുലർത്താൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു മന്ത്രിയായാലും അതല്ലെങ്കിൽ ഒരു നീതിമാനായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥനായാലും ആരായിരുന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഭരിക്കുന്ന ഭരണകൂടങ്ങളായാലും എല്ലാവരോടും നീതി പുലർത്താൻ ഒരിക്കലും തന്നെ അനീതി പ്രവർത്തിക്കാനോ അഴിമതി നടത്താനോ ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പ്രസക്തി നീ ഏറ്റവും നല്ല സത്യസന്ധമായി നീതിപൂർവമായി അവരുടെ അർപ്പിച്ച അധികാരങ്ങളും അതുപോലെ തന്നെ അവരിൽ അർപ്പിച്ച വിശ്വാസവും അത് പൂർണ്ണമായും അവർക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ അത് ഏത് മതമെന്നോ ഏത് ജാതിയെന്നോ ഏത് ഭാഷക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സത്യസന്ധമായി നീതി പുലർത്താൻ ആ ഭരണാധികാരികൾ ആരായിരുന്നാലും ശരി അവര് ആ കാര്യം നിർവഹിക്കാൻ കഴിഞ്ഞാൽ എല്ലാ സമുദായങ്ങളും ആ സത്യസന്ധനായ അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഭരണാധികാരിയാണ്. അതുകൊണ്ട് അത് സ്വന്തം സമുദായത്തിന് വാരിക്കോരി കൊടുക്കാനോ അതല്ലെങ്കിൽ മറ്റിതര സമുദായങ്ങളുടെ അണുമണി അവകാശങ്ങൾ നിഷേധിക്കുവാനോ കഴിയാതെ വരുമ്പോൾ അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗങ്ങളെയും വിശ്വാസവും അതുപോലെ തന്നെ എല്ലാ ഇന്ന് അഴിമതി ഇന്ന് നമുക്കറിയാം ഏറ്റവും അധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ അഴിമതി സമൂഹത്തിൽ നിന്ന് നാളെ അഴിമതി നടത്തിയാൽ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള ഒരു വിശ്വാസം അള്ളാഹുവിൽ വിശ്വാസം അർപ്പിച്ച ഒരാൾക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അഴിമതി നടത്താൻ കഴിയില്ല. ഇന്ന് എല്ലാ രംഗങ്ങളിലും അഴിമതിയാണ്. അതുകൊണ്ട് അതെല്ലാം ഇസ്ലാം അതിനെല്ലാം തന്നെ ഏറ്റവും അധികം വർജിക്കപ്പെടേണ്ടതാണ്. അത് ഇസ്ലാം അതിന് ശക്തമായ ഇതിനെല്ലാം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون. വേദിയിരിക്കുന്ന ഇത്തിഹാദ് സുൽത്താൻ
മുജാഹിദീൻ സാരഥികളെ, ഇസ്ലാഹി പ്രസ്ഥാന പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൽ മതരംഗത്തേക്ക് പ്രവർത്തിക്കാൻ വന്ന ആദ്യത്തെ യുവജന സംഘടനയാണ് ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ. അതിൻ്റെ ഒരു ക്യാമ്പയിന് തുടക്കം കുറിക്കുകയാണ്. ആരാധനേകൻ അനശ്വര ശാന്തി എന്ന മുദ്രാവാക്യവുമായിട്ടാണ് ഈ ക്യാമ്പയിൻ നടത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. മുസ്ലിങ്ങളെല്ലാം ഈ തത്വം അംഗീകരിക്കുന്നവരാണ്. മുസ്ലിങ്ങൾ മാത്രമല്ല, വേദക്കാരെന്നറിയപ്പെടുന്ന മറ്റൊരു മതവിഭാഗമായ ക്രിസ്ത്യാനികളും ഈ തത്വം അക്ഷരത്തിൽ അംഗീകരിക്കുന്നു. ആരാധ്യൻ ഒരേയൊരുവൻ മാത്രമേ ഉള്ളൂ, അവനല്ലാതെ അവർ ആരാധ്യതയില്ല എന്ന തത്വം അംഗീകരിക്കുന്നവരാണ്. എന്നാൽ ഈ തത്വം ആരാധ്യൻ ഒരുവൻ മാത്രം പോരാ, മറ്റ് പലരെയും ആരാധിച്ചാൽ മാത്രമേ ഏകനായ ആരാധനയെ സമീപിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുദൈവ ആരാധനയാണ് മോക്ഷത്തിന് മാർഗം എന്നാണ് അവർ അവകാശപ്പെടുന്നത്, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കാരണം ഏകനായ സൃഷ്ടാവിനെ മാത്രം നമുക്ക് ആരാധിച്ചാൽ പറ്റുകയില്ല. അതുകൊണ്ട് ആ ഏകനായ ആരാധ്യനായ ഈശ്വരന്റെ താഴെയുള്ള മറ്റ് നിരവധി ദൈവങ്ങളെ പൂജിച്ച് ആരാധിച്ച് പ്രീതിപ്പെടുത്തിയാലേ അവന്റെ സാമീപ്യത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം. ഈ ഏതായിരുന്നാലും ഇവരെല്ലാം ഏകനായ സൃഷ്ടാവിൽ വിശ്വസിക്കുന്നുണ്ട്, ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അവനെ മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുന്നതിലേക്ക് എത്തിച്ചേർന്നാൽ അത് ശാശ്വതമായ ശാന്തിയിലേക്കാണ് നയിക്കുക. കാരണം ആ ഏകനായ ആരാധനാണ് അള്ളാഹു. അള്ളാഹു എതിരൊഴിയാൻ അള്ളാഹു നിങ്ങൾ ക്ഷണിക്കുന്നത് ശാശ്വതമായ ശാന്തിയുടെ ഭവനത്തിലേക്കാണ്. അത് ഈ ലോക ജീവിതമല്ല. ഈ ലോകം ശാശ്വത